വെറുതെ അല്ല റോബോട്ട് സ്റ്റക്കായത്. ഇത്രയധികം മുടി കുടുങ്ങി ഇരിക്കല്ല അതിൻ്റെ ഉള്ളിൽ. മുടി ഇങ്ങനെ ചക്രത്തമ്മിലൊക്കെ കുടുങ്ങി കഴിഞ്ഞിട്ടേ നമ്മുടെ റോബോട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് ഒരാഴ്ചത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയധികം മുടിയാണ് ഒരാഴ്ചൻ്റെ കൊഴിയുന്നത്. വേഗം ഞാൻ മുട്ടച്ചാവും. ഹലോ, ഞാൻ പുതിയ വീട്ടിലോട്ട് മാറിയപ്പോഴേ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ റോബോട്ട് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഹെൽപ്പറാണ്. അപ്പം നമ്മുടെ ഹെൽപ്പറിനൊരു ഇടയ്ക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഹെൽപ്പർ നമുക്ക് പണി തരും. ഇപ്പോൾ അതേ റോബോട്ട് നമ്മുടെ ഞങ്ങളിവിടെ റോക്കി എന്നാണ് മോൻ വിളിക്കുന്നത്. അപ്പോൾ റോക്കി ഇതേ 2 ദിവസമായിട്ടൊന്ന് എന്തോ ഒരു വശപ്പശക്. അപ്പം ഞാൻ അതിനൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അഴിച്ചപ്പോഴാണ് എൻ്റെ ബോധം പോയത്. അമ്മാതിരി പൊടിയാണ് അതിൻ്റെ ഉള്ളിൽ. പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ, ചിന്തിക്കാൻ പറ്റില്ല. അമ്മാതിരി പൊടിയാണ്, നമ്മൾ കണ്ണിലൊന്നും കാണാത്ത ടൈപ്പ് പൊടിയാണ്. ഇപ്പോൾ റോബോട്ടിനെ അഴിച്ചു വിട്ടാലും ഒരു നേരം ഞാൻ അടിച്ചു വരുന്നതാണ്, എന്നിട്ട് പോലും ഇതിൻ്റെ ഉള്ളിൽ ഇത്ര അധികം പൊടിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കട്ടിൻ്റെ അടിയൊക്കെ വെടുപ്പാക്കാൻ സൂപ്പറാണ് കേട്ടോ. പക്ഷേ ചെറിയ ചെറിയ പൊടികളും ഒക്കെ നമുക്കിത് വലിച്ചെടുക്കും. പിന്നെ മാത്രമല്ല നമുക്കിത് ക്ലീൻ ചെയ്യാനും കുഴപ്പമില്ല. ഇതിപ്പോൾ കുറേ ഉള്ളത് കൊണ്ടാണ് ഇത്തിരി പാട്. അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ബ്രഷ് വെച്ചിട്ട് അങ്ങോട്ട് നമ്മൾ എല്ലാവിടെയും നല്ല രീതിയിൽ അങ്ങോട്ട് പൊടി തട്ടി കൊടുക്കാം. പിന്നെ എല്ലാ ഭാഗങ്ങളും നമുക്കിത് ഏതാണ്ട് ഭാഗങ്ങളൊക്കെ നമുക്ക് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. പറ്റുകയാണെങ്കിൽ ഇത് കഴുകും കൂടി ചെയ്യാം. ഞാനിപ്പോൾ ഈ കഴുകാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവനെ വീണ്ടും നമ്മുടെ റോക്കിനെ വീണ്ടും അഴിച്ചു വിടാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് കഴുകാത്തത്. കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. പിന്നെ നനവ് മാറിയിട്ടൊക്കെ വേണ്ടേ. പിന്നെ അതിൻ്റെ ബാക്കി പാർട്സ് നമുക്ക് ക്ലീൻ ചെയ്യാം. ദീപിണ്ടാ ഇതിനുള്ളിൽ കണ്ട ഈ പൊടി ഇങ്ങനെ അടിച്ചടിച്ചെടുക്കുന്ന സംഭവമാണ് അത്. അതിനുള്ളിൽ നിറച്ച് മുടിയാണ് എൻ്റെ. പിന്നെ അത് സ്റ്റെക്കാവാണ്ടിരിക്കുമോ? ഞാനതല്ല ചിന്തിക്കുന്നു. ഇമാതിരി മുടി കിട്ടാനായിട്ട് അത്രയും മുടി എൻ്റെ കൊഴിയുന്നുണ്ടോ? ചീർപ്പിൽ ഒരു കുന്ന് കിട്ടുന്നു, അതും പോരാണ്ട് റോബോട്ടിൻ്റെ ഉള്ളിൽ നിറച്ച് കിട്ടും, അതും പോരാണ്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാം. എൻ്റെ ഒരു അവസ്ഥ നോക്കണേ, ചില്ലറ മുടിയല്ല ഈ കൊഴിഞ്ഞു പോകുന്നത്. അതിൻ്റെ വേറൊരു പാട്ട് കാണിച്ചു തരാം കേട്ടോ. അതും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധം പോകും. കാരണം അമ്മാതിരി മുടിയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. മുടി, റബ്ബർ ബാൻഡ്, വള്ളി, നൂല്, അങ്ങനെ എല്ലാവിധ കച്ചറ ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. അതങ്ങനെ വെട്ടിങ് എടുക്കാനായിട്ട് ഇത്തിരി പാടാണ്. ഞാൻ ആ ഒരു കുഞ്ഞു കത്രിക എടുത്ത് ഉപയോഗിച്ച് നോക്കി, പക്ഷെ പറ്റണില്ല. അപ്പം ഞാൻ വേറെ കത്രിക എടുത്ത് ഇത്തിരി കൂടി കനാന്ന് കുഞ്ഞി തന്നെ ഇത്രയും കൂടി എടുക്കാനുള്ള ഒരു കത്രിക ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിയെടുക്കാൻ ഇത്തിരി പാടാണ്. പക്ഷേ ഇതിൻ്റെ തന്നെ ബ്രഷിൻ്റെ നൂലും ഉണ്ട്, പിന്നെ നമ്മുടെ ചുറ്റുപിടിച്ച നൂലും ഉണ്ട്. അപ്പോൾ ബ്രഷിൻ്റെ നൂല് പോവാതെ വേണം നമ്മൾ നൂല് വെട്ടിയെടുക്കാനായിട്ട്. നൂലും മുടിയും ഒക്കെ കൂടി ഇങ്ങനെ കട്ട കുത്തി നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നവരെല്ലാവരും എന്താ വെച്ചാൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ്. ഞാൻ ചെയ്യാറുള്ളതായിരുന്നു. പിന്നെ എന്താണാവോ പറ്റിയ ഇടയ്ക്കൊരു മടിയുണ്ട്. അതെന്താ ചെയ്യുക, ജന്മനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറേ കാലം ഉപയോഗിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് നല്ല തിരക്കുള്ള സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്ക്കുള്ള സമയത്തൊക്കെ ഇതിന് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരൽ ആ വഴിക്ക് കഴിഞ്ഞോളും. ഇതിൽ പിന്നെ മോപ്പിംഗ് ഉണ്ട് കേട്ടോ. മോപ്പിങ്ങും നമുക്ക് നല്ല രീതിയിൽ ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മോപ്പിൻ്റെ സാധനമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോളൂ കേട്ടോ. എനിക്ക് പക്ഷേ കൂടുതലും ഇതിൽ പൊടി, അതായത് അടിച്ചു വാരുന്ന ആ പർപ്പസിനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം മോപ്പിങ്ങിനേക്കാളും. അപ്പം ഞാൻ കൂടുതലും അതാണ് ചെയ്യാറ്. പിന്നെ വല്ലപ്പോഴും ജസ്റ്റ് ഒരു മടി പിടിക്കുമ്പോൾ ഞാൻ മോപ്പിങ്ങിനും കൂടി വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതാണ്ടൊക്കെ നമ്മുടെ ഈ സംഭവം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി പണിപ്പെട്ട പരിപാടിയാണ്, എന്നാലും പിന്നെ കുഴപ്പമില്ല. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇനി സാധനം നമ്മൾ തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. പിന്നെ വീണ്ടും അത് ശരിക്കും കറക്റ്റായിട്ട് വെച്ചിട്ട് വീണ്ടും ഒന്ന് പൊടിയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. ഈ പൊടിയൊക്കെ തട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോളുന്നേ. അല്ലെങ്കിൽ നമ്മൾ ഇത് ഒരുപാട് പൊടി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് പിന്നെയും ഇതിന് വലിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ വിടാം. അപ്പോൾ ഇതിനെ വർക്കിംഗ് നമുക്കൊന്ന് കാണാം കേട്ടോ. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അത് ആ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പിടിച്ചിട്ട് ഞെക്കുക, ഈ സാധനം ഓണാവും. മാത്രമല്ല നമ്മുടെ ഫോണിലും നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിൻ്റെ അടുത്തുള്ള കാരണം ഫോണൊന്നും എടുത്തില്ല. ഇത് ഫോണിലും നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. താഴത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ വർക്ക് ആയിക്കോളും. അവൻ്റെ പണി അങ്ങോട്ട് എടുത്തോട്ടെ. അതിൽ ശല്യം ചെയ്യാൻ പോകണ്ട. പിന്നെ വെച്ചാൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല കനമുള്ള സാധനങ്ങൾ, വല്ല തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വലിച്ചു കയറ്റാനുള്ള ടെൻഡൻസി കൂടുതലാണ് ആൾക്ക്. അപ്പോൾ നിലത്ത് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണമെങ്കിൽ ഗുണമായി. അപ്പോൾ അവൻ്റെ പണി എടുക്കട്ടെ, ഞാൻ എൻ്റെ പണി തീർക്കട്ടെ. ഈ സാധനം ഇനി കൂട്ട് കളയണ്ടേ. ഇത്രയും അധികം മുടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ നോക്കണേ. എത്രയും വേഗം ഞാൻ മുട്ടച്ചാവുന്നതാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. അപ്പോൾ ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.